ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള സെയിലർ ബോ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്റ്റെൻസിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടിയതാണ് കേട്ടോ. അതൊരു പേപ്പറിൽ വരച്ച് കട്ട് ചെയ്തെടുത്താലും മതി. പിന്നെ ഞാനൊരു ഗ്ലിറ്റർ ലെതർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പ്ലെയിൻ ഷീറ്റും എടുത്തിട്ടുണ്ട്. അതിൽ ഗ്ലിറ്റർ ലെതറിൻ്റെ ബാക്കിൽ ഈ സ്റ്റെൻസിൽ വെച്ചിട്ട് ഒന്ന് ട്രേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ട്രേസിങ് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ എഡ്ജസൊക്കെ ഒരു ലാമ്പ് വെച്ചിട്ട് സീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ വെച്ചിട്ട് മടക്കി ഇതുപോലെ ഒരു ബോ പോലെ ചെയ്തെടുത്തിട്ട് ഒരു ത്രെഡ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കണം. ഇനി നമുക്ക് ആ രണ്ട് എൻഡ്സും ഇതുപോലെ ബാക്കിലേക്ക് മടക്കി വെച്ച് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെൻറ്റർ പോർഷൻ കവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലെയിൻ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. സെയിം കളർ തന്നെ ഷീറ്റ് നമുക്ക് എടുക്കാം അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് എപ്പോഴും ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിലിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ആ പ്ലെയിൻ കളർ ഷീറ്റിൽ നിന്ന് ഒരു പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി അതൊരു നൈലോൺ ബാൻഡിലേക്കോ അല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിലേക്കോ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അലിഗേറ്റർ ക്ലിപ്പിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്കത് എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടൊരു ഗ്ലൂ യൂസ് ചെയ്യണം. B6000 7000 അങ്ങനെയുള്ള ഗ്ലൂസ് ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഞാനിവിടെ നൈലോൺ ബാൻഡിലേക്കാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് തന്നെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹെഡ് ബാൻഡ് ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനി ഞാനൊരു AI ഹെൽപ്പോടുകൂടി ഇതൊരു കുട്ടിയെ വെയർ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള പിക്ക് ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട കമൻറ്റിൽ ഒന്ന് വന്ന് പറഞ്ഞേക്കണേ. താങ്ക്